ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പെരുന്നാൾ ശനിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പെരുന്നാൾ ഇന്നായിരുന്നു, മെയിൻ ദിവസം ഇന്നായിരുന്നു. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ ഇങ്ങനെ നമ്മൾ ഒരുക്കിയൊക്കെ വെച്ചു. അപ്പോൾ അമ്പ് സാധാരണ നമ്മളുടെ എല്ലാ വീട്ടിലും ഓരോ അമ്പ് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ നമ്മൾ പതിവ് പോലെ പ്ലേറ്റിൽ അരിയും ഒക്കെ ഇട്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ നമ്മളുടെ വീട്ടിലാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയും അവർ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതും ചൊല്ലി വൈകിട്ട് അമ്പെടുക്കാൻ വരുമ്പോൾ അത് അടക്കം അവിടെ നമ്മൾ കൈമാറുകയാണ് ചെയ്യുക കേട്ടോ. പ്രാർത്ഥനയല്ല, അമ്പും അതിലുള്ള നേർച്ചയും സംഭവമൊക്കെ കൈമാറുക ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങളതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കി ഇന്നലെ പകുതിയിൽ വെച്ച് പോയ സംഭവങ്ങൾ കണ്ട് ഇതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പരിപാടികൾക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി നമ്മളുടെ പരിപാടികൾ. കുട്ടികൾ ഇന്നലെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ചിക്കൻ 65 എന്തോ ഒരു സംഭവമായിരുന്നു, അതും പിന്നെ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. ബാക്കിയൊക്കെ അവരെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പതിവ് പോലെ രാവിലെ ഇങ്ങനെ ഓരോന്ന് വന്ന് നോക്കിയപ്പോൾ PT ഉഷയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോയ് സാറിൻ്റെ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ പെരുന്നാളിൻ്റെ ഇടയിൽ അതങ്ങനെ വിട്ടുപോയി. എന്നാലും ഓരോ ന്യൂസ് കാണുമ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. ഇങ്ങനെ കേട്ടു അങ്ങനെ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര ഷോക്കായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുടുംബത്തിന് ഇതൊക്കെ സഹിക്കാനുള്ളൊരു ശക്തി കൊടുക്കട്ടെ. കുടുംബത്തിന് മാത്രമല്ല കേട്ടോ, അമ്മയെ വിളിക്കണം, അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ അവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ഫാമിലി മാനാണ്, അതായത് ഫാമിലി കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മൊത്തത്തിൽ പിന്നെ നമ്മൾ കാണുകയും മീറ്റ് ചെയ്ത് പരിചയമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു നമ്മൾ പറയുമല്ലോ, അങ്ങനെയാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ ചട്ടമ്പിയായിട്ടപ്പോൾ ഏർപ്പാടിട്ട. അപ്പോൾ വരവ് കണ്ടു. അതായത് കുണുങ്ങി ഒരു ഇങ്ങനെ ആക്കിയിട്ടാണ് അവൻ്റെ വരവ്. എല്ലാത്തിലും അവൻ്റേതായ ഒരു ശൈലി ആക്കിയിട്ടാണ് ഇപ്പോഴത്തെ പോക്ക് കേട്ടോ. ഞാൻ പറയാമായിരുന്നു, ഫസ്റ്റ് സ്കൂളിൽ പോയതിന് ശേഷം വേറൊരു കുട്ടിയായി, അതായത് തനി ചട്ടമ്പിയായിട്ട പോക്ക്. അപ്പോൾ ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമായിരുന്നു. അതായത് 5 വയസ്സിൻ്റെ പോളിയോ, പിന്നെ ചാക്കോച്ചിന് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കാനും. അപ്പോൾ ഇന്ന് ആശാ വർക്കർ കൃത്യമായിട്ട് വിളിക്കും കേട്ടോ. വിളിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ തോമുന് 5 ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് 5 വയസ്സും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഡിവൈൻ പറഞ്ഞു, ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇത്തിരി സിവിയറാണ്, വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈൻ വിചാരിച്ചു ഇന്നാവുമ്പോൾ നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് തിങ്കളാഴ്ച സ്കൂളിൽ പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഇന്ന് കൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ സെറ്റാക്കി അമ്പ് കൊണ്ടുവന്നു. അമ്പ് അവിടെ അരിയിൽ വെച്ചു. ഇത് നമ്മുടെ കെസ് ബേബിക്കുള്ള ബൊക്കെ ഡാഡി കൊണ്ടുവന്ന് അത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ പ്രയർ. അപ്പോൾ ഇത് നമ്മൾ അമ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ വന്നിട്ടൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത്രയും സമയം പോലും വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിൽക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഒരു ഓട്ടോ വന്ന്. നമ്മുടെ അക്കി നിങ്ങൾ കുറേ കാലങ്ങളായിട്ടുണ്ടാവും അക്കീനെ ഇങ്ങനെ കണ്ടിട്ട്. അതായത് അക്കി ഫുൾ ടൈം വീൽ ചെയറിലാണ് കാണുക. ഇരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു രൂപ അക്കിയുടെ അറിയുള്ളൂ. ഇതാണ് കറക്റ്റ് അക്കിയുടെ മെയിൻ സംഭവം കേട്ടോ. ഇങ്ങനെയാണ് ഷേപ്പ്. അതായത് ഷൂ അങ്ങനെ അധികം ഇടണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് അതാവുമ്പോൾ നെഞ്ചത്തേക്ക് എടുക്കണ്ട, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഇടണ്ടെന്ന് പറഞ്ഞേക്കായിരുന്നു. അപ്പോൾ ആൾ ഇന്ന് അതിട്ടു. ആൾക്കതൊന്ന് ഇട്ട് നടക്കണം എന്നൊരു പൂതി. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഇങ്ങോട്ട് അത് ഇട്ടിട്ട് പോരെ, ഇവിടെ കുറച്ച്. പക്ഷേ നടന്നൊന്നുമില്ല കേട്ടോ. വന്ന ആ ഷൂവിൻ്റെ ബക്കളൂരി അങ്ങനെ ഇരിക്കുക ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാക്കോ ഇപ്പോൾ തോമോനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാക്കോ എങ്ങനെയാ ചാക്കീനെയും പോൾസം പേപ്പറിനെയും കണ്ടപ്പോഴുള്ള കൊഞ്ചലണി കാണണേ. തോമോന് പോളിയോയുടെ ഒരു ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് കാലിൽ നല്ല വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഓൾറെഡി വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവനതേ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തി. ചാക്കോ ജാടയൊക്കെ കളഞ്ഞ് ഓടി വന്ന് പിന്നെ പേപ്പറിൻ്റെ കൂടിയും അക്കിയുടെയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി രാവിലത്തെ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് നടന്നു വരികയും ചെയ്ത് നമ്മൾ തൊട്ടടുത്തല്ലേ. അങ്ങനെ ദേ അക്കി വാട്സപ്പ് പേപ്പർ വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ 3 പേർക്കും മിൽക്ക് ചോക്ലേറ്റും ഡയറി മിൽക്കും പിന്നെ ദേ വട്ടയപ്പം പിന്നെ നമ്മുടെ ആപ്പിളിലത്തെ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പവും. അപ്പോൾ വട്ടയപ്പം അതെ കേട്ടോ, നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാതും വെച്ചിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ചപ്പാത്തി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, പിന്നെ വടയുണ്ട്, എല്ലാതും ഉണ്ടായിരുന്നു. പക്ഷേ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഒന്നും വേണ്ട. അതായത് നമ്മൾ ഇറച്ചി മീനും വെക്കുമ്പോൾ നമുക്കൊരു മട്ടപ്പ് വരുമെന്ന് പറയില്ലേ, അതാണ് മെയിൻ സംഭവം കേട്ടോ. അങ്ങനെ ദേ അത് കഴിഞ്ഞ് പിന്നെ അക്കി വട്ടയപ്പം കൊണ്ടുവന്നപ്പോൾ വട്ടയപ്പം, പിന്നെ രാവിലെ ഉണ്ണിയപ്പം കുറേ തിന്നു, കുഴലപ്പം തിന്നു. അങ്ങനെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാഞ്ഞത് കേട്ടോ. അതും ഇതും തിന്ന് വയറ് നിറയ്ക്കാമെന്നൊക്കെ പറയില്ലേ, അതാണ് ഇന്നത്തെ ഒരു ദിവസം ചെയ്തത്. പിന്നെ എല്ലാവരും എണീക്കാനൊക്കെ ലേറ്റായി. ഇന്നലെ അത്രയും ലേറ്റായിട്ടല്ലേ നമ്മൾ കിടന്നത്. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്തത്. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കമൻസോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേഴ്സണലി അല്ല, കമൻസിലൂടെയും പറഞ്ഞിട്ടുണ്ട്. എന്തോ ഡ്രാഗ് ചെയ്യണമെന്നോ ഷിവറിങ് ഉണ്ടെന്നോ എന്തോ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കിയപ്പോൾ അതും കണ്ടു. പിന്നെ എനിക്ക് മറ്റേ പേഴ്സണലി എനിക്കല്ല, ഡിവൈനും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്. നമ്മൾ ഓരോ ദിവസം എടുക്കുമ്പോൾ 23-24 മിനിറ്റിൻ്റെ വീഡിയോസ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഒരു 5 ദിവസത്തേന്ന് പറയുമ്പോൾ അത്രയധികം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാത്രി അത് കണ്ടപ്പോൾ ആദ്യം അതിരുന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നത്. കാരണം ഇന്നലത്തെ പോലെ അങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ ഈ എടുത്ത പണിയൊക്കെ വെറുതെ ആവും. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ കാര്യം. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിംപിൾ തന്നെയാണ് ചെയ്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നിന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വറുത്തതിന് ശേഷം, അപ്പോൾ ഞാൻ ചിക്കൻ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ 65 ആണ് ഉണ്ടാക്കിയത്, ചിക്കൻ 65. അപ്പോൾ അത് പുരട്ടി നീക്കി വെച്ചപ്പോൾ സാധാരണ എല്ലാവരും നേരെ എടുത്ത് എണ്ണയിലിടും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇടുക കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിച്ചില്ല എന്ന് വന്ന് ഒക്കെ വിളമ്പിയ സമയത്താണ് ഫ്രെസ്സി വന്നത്. ഫ്രെസ്സി എന്ന് പറഞ്ഞാൽ ഫ്രെസില്ലയും ജോബിയും 2 മക്കളുമാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോളുടെ ഫസ്റ്റ് കൂടി കമ്മ്യൂണിയൻ്റെ സമയത്ത് എനിക്ക് പോകാൻ പറ്റാണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രെസ്സിയൊക്കെ ഇവിടെ അടുത്ത എവിടേക്കോ ജോബിയുടെ ഫ്രണ്ട്സിനെ കാണാൻ വരുന്നു, അതോടുകൂടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പെരുന്നാളാന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു പെരുന്നാളാണ്, അത് സാരമില്ല, മക്കൾ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ആവശ്യപ്പെട്ടത് അച്ചപ്പവും ഉണ്ണിയപ്പം മാത്രം മതി, ഞങ്ങൾക്കായിട്ട് വേറെ ഒന്നും തയ്യാറാക്കരുതെന്ന് പറഞ്ഞു. ആ പ്രകാരം തന്നെ ഞാൻ പറഞ്ഞു ദേ അച്ചപ്പവും ഉണ്ണിയപ്പവും റെഡിയാണ്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ കട്ട്ലേറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മക്കൾ 2 പേരും ഭയങ്കര മിടുക്കരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും അവരുടെ സ്കൂളിലത്തെ പരിപാടി എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയുകയും ചെയ്തു. നല്ല സ്ലാങ്ങാണ് അവരുടെ കേട്ടോ. അപ്പോൾ മൂത്താൾ അവിടെ പുറത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ആൾ ആയതിന് ശേഷം 2 പേരുടെ മാളയിൽ ഒരു സ്കൂളിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, ഡിവൈനൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു പരിചയക്കുറവും നമ്മുടെ വീട്ടിൽ, അതെപ്പോഴും ഞാൻ പറയും നമ്മുടെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പരിചയമുള്ള ആളായാലും ഇപ്പോൾ ഡിംപിളിന് പരിചയമുള്ള ആളായാലും അപ്പോൾ അല്ലെങ്കിൽ ഡിവൈന് അല്ലെങ്കിൽ ഡോണിന് ആരായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ എൻ്റെ അല്ല നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന പോലെയാണ്. അപ്പോൾ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആൾ മാത്രം സംസാരിക്കും, മറ്റുള്ളവരൊക്കെ റൂമുകളിലേക്ക് കയറി പോവുക, അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെയാണ്, അല്ലാണ്ട് അവിടെ വേറിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് ഒരു പരിചയക്കുറവും തോന്നാറില്ല കേട്ടോ. അങ്ങനെ അക്കിക്കാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. ഗ്രൂപ്പിലുള്ള ഒരുവിധപ്പെട്ടവരൊക്കെ അക്കിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അക്കിക്ക് കണ്ടപ്പോൾ അക്കിക്കും സന്തോഷമായി, അവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടതിൽ. അപ്പോൾ ജോബിക്ക് ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ, ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ജോബി മടങ്ങും. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാറുണ്ട് ഇനി ഇവിടുന്ന് പോണത് പാവർട്ടി പള്ളിയിലേക്കാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുന്ന പാവർട്ടി പള്ളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ഇവരുടെ ഫാമിലിയും കാര്യങ്ങളും കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം പോലെ, അതായത് ഞാനും ഡാഡിയും
രണ്ട് പിള്ളേരുള്ള പോലെ ഉള്ളത് കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുക. അതുപോലെ കുട്ടികളുടെ കാര്യത്തിലായാലും അപ്പോൾ ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എല്ലാത്തിലും പങ്കെടുക്കും, എല്ലാത്തിലും സമ്മാനവും വാങ്ങിക്കും, അങ്ങനെയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാ കുട്ടികളുടെയും എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കാണുകയും അത് എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സുഖമാണ്. നമുക്ക് എന്താ പറയുക ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലാണ് കേട്ടോ. അങ്ങനെ ഫ്രിസിയും ഫാമിലിയും മടങ്ങി. അപ്പോൾ ഞങ്ങൾ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ അക്കിക്ക് ഇതിൽ പരം സന്തോഷം ഇനി പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കണ്ടോ ഇന്ന് വന്നത് നന്നായില്ലേ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഷൂ ഇടാണ്ട് എങ്ങനെയാണ് വരിക, വീൽ ചെയറിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, അപ്പോൾ ചേച്ചി ഇങ്ങനെ എടുത്ത് വെക്കാൻ പാടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി പതുക്കെ ഷൂ ഇട്ട് തുടങ്ങിക്കോന്നു. അപ്പോൾ ഈ വെയിറ്റുള്ള കാരണം നെഞ്ചത്തൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേച്ചി പറഞ്ഞു ബോറടിച്ചു തുടങ്ങി, ഇനി പതുക്കെ ഇത് ഇട്ടിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെനു എന്തിട്ടായിരുന്നു വെച്ചാൽ കോഴി, പോർക്ക്, മീൻ. അപ്പോൾ ചിക്കൻ 65 ആയിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ പോർക്ക്, മീൻ, പിന്നെ കട്ട്ലറ്റ്, സാലഡ്, അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് പാക്ക് ഇങ്ങനെ നോക്കി വയ്ക്ക്. മറ്റേ തേനിലാവ് കണ്ട വഴിക്ക് ഡോൺ അത് അടിച്ച് മാറ്റിയിട്ടാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് തേനിലാവ്. ബാക്കി സാധനങ്ങൾ അപ്പോൾ എനിക്ക് നല്ലൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അക്കി കൊണ്ടുവന്നത് അതൊരു ബ്രൗണാണ്, അത് പ്ലെയിനാണ്. ഇതൊരു ചെറിയ ഡിസൈനായിട്ട് നല്ല ഒതുക്കമുള്ള പേഴ്സ് പോലെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടന്നൊരു അടുക്കളയാണെന്നേ ഫീൽ ചെയ്യില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് പാരൊക്കെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് കിടന്നു. അപ്പം ഞാനും പാപ്പനും അക്കിയും കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. അക്കി സാധാരണ കിടക്കാറില്ല ഉച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ വന്ന് ഫ്രഷ് ചെയ്ത കുട്ടികളെ കൊണ്ട് ജോബി നിറച്ചിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാശും പിന്നെ നമ്മളുടെ കുട്ടികളെയൊക്കെ ഒഴിയല്ല അവരെ കൊണ്ട് വെപ്പിച്ച കാശും ഒക്കെ ഹമ്പിൻ്റെ സംഭവം ഒക്കെ റെഡിയാക്കി. എനിക്ക് തോന്നുന്നു ഇന്ന് കുറേ ലേറ്റായിട്ടോ വരാനായിട്ട്. ശരിക്കും ഇതിൻ്റെ ഗ്യാപ്പിൽ കണ്ടമാനം പരിപാടികളുണ്ടായിരുന്നു. അതായത് ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും ചേട്ടനും ഒറ്റയ്ക്ക് ഇരുന്ന കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ പിന്നിൽ കൂടെ അമ്പ് പോകണം. അപ്പോൾ ഇവിടുത്തെയാണെന്ന് വിചാരിച്ചിട്ട് വേഗം ഒക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ വേറെ ഒരു വശത്തേക്കുള്ള അമ്പായിരുന്നു. പിന്നെ അത് വട്ടിട്ടിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ വരുമ്പോഴേക്കും സമയം 7:30 ആയി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് സമയം എനിക്കറിയില്ല, 7:30 8 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കൽ നിന്നു. കാരണം പടക്കം പൊട്ടിക്കാനായിട്ട് നിന്നു. കാരണം ഡോണിന് ഇന്ന് പുതുക്കാട് പെരുന്നാൾക്കും കൂടി പോകണം. അപ്പോൾ കുറേ നേരം ഞങ്ങളിത് അവരൊക്കെ പോയതിന് ശേഷം കുറേ നേരം എല്ലാവരും കിടന്ന് ഉറങ്ങിയതിന് ശേഷം എണീറ്റിട്ട് ഇങ്ങനെ അവിടെ നിന്നിരുന്നു. കാരണം പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കാലത്ത് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അങ്ങോട്ട് മനസ്സിൽ നിന്ന് വിട്ടു. പിന്നെ ഓർത്തപ്പോഴാണ് ശരിക്കും സന്ധ്യയായിട്ടോ. ആ സമയത്താണ് അമ്പ് ഇപ്പോൾ വരുന്നു പറഞ്ഞ് നിന്നത്. അപ്പോൾ എനിക്കിത് തുണി തോരയിടാണ്ട് പറ്റില്ല. അപ്പോൾ കുട്ടികളെയൊക്കെ അവിടേക്ക് വിട്ടിട്ട് ഞാൻ പതുക്കെ ഇതിൻ്റെ പണിക്കായിട്ട് നിന്നു. അപ്പോഴേക്കും പടക്കം പൊട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കുട്ടികൾക്കൊക്കെ ഒരു വശത്ത് ഇഷ്ടമാണെങ്കിലും ഭയങ്കര പേടിയാണ്. അപ്പോൾ തോമൂനാന്ന് വെച്ചാൽ രാത്രി ആയപ്പോഴേക്കും ഈ കാലുമ്മലത്തെ വേദന ഭയങ്കരമായിട്ട് കൂടിയിട്ടോ. അപ്പോൾ അവന് കാല് താഴ്ത്ത് കുത്താൻ പറ്റുന്നില്ല. അവനെ കസേരയിൽ അങ്ങനെ ഇരുത്തിയേക്കാം. അപ്പോൾ പിന്നെ കുറച്ച് പേടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെപ്പോഴും ഇങ്ങനെ എന്താ പറയുക സങ്കടം വരികയാണ്, കാല് വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് കരച്ചിൽ വരികയാണ് കേട്ടോ. പിന്നെ കുട്ടികളെല്ലാവർക്കും അങ്ങനെ അറിയില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നമ്മൾ പടക്കം പൊട്ടിക്കൽ. അപ്പോൾ ഞാൻ സാധാരണ പടക്കം പൊട്ടിക്കരുത് ഞാനല്ല കാണിക്കാറില്ല. കാരണം നമ്മുടെ ഡിവൈനിന് മറ്റേ ഇത് കിട്ടിയിട്ടുള്ളതാണ്, സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളതാണ് പടക്കം പൊട്ടിച്ചത് കാണിച്ചിട്ട്. അതുപോലെ തന്നെ എനിക്കിതുവരെ ഞാനങ്ങനെ കാണിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഇതുവരെ അപകടവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പോൾസമ്മയപ്പം പതുക്കെ വീട് വരെ ഒന്ന് പോയി. ചേച്ചി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പോയി കിടന്നുറങ്ങി ബാക്കി പണികൾ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം തുണികൾ തോരയിടാൻ നിന്നു കേട്ടോ. അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ളത് ഞാൻ വിചാരിച്ചു വേഗം തന്നെ ഇട്ടില്ലെങ്കിൽ പണിയാണ്. പിന്നെ നാളെ ഞായറാഴ്ചയാണ്, മറ്റന്നാൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ കൂടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആ പരിപാടി കഴിച്ചു വെച്ച് അത് കഴിഞ്ഞ് അമ്പ് വരണേൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വേഗം ചിക്കൻ കറിക്ക് വെച്ചു. അപ്പോൾ ഉച്ചയിലത്തെ അതേ കറികൾ ഇനിയിപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഒക്കെയ്ക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ചിക്കൻ ചാറ് ഒക്കെ ആക്കി വെച്ചതിന് ശേഷം പൊറോട്ട എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്തു. ചിക്കൻ അടപ്പത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ അമ്പിൻ്റെ ഭാരവാഹികളും മറ്റ് ബാൻഡ് സെറ്റുകാരും ഒക്കെ വന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും കുഞ്ചേച്ചി എന്ന് പറഞ്ഞാൽ അക്കീനെയാണ് പറയുക. ചേച്ചിയും ഇന്ന് വലിച്ചേച്ചിയുടെ കാര്യം എന്തോ ഇന്ന് 2-3 വട്ടം വിളിക്കുമ്പോൾ വലിച്ചേച്ചി എന്ന് വരികയായിരുന്നു. അതായത് എൻ്റെ മൂത്ത ചേച്ചിനെ, ഞങ്ങൾ 3 പെൺമക്കളാണല്ലോ, അപ്പോൾ വരികയായിരുന്നു. അങ്ങനെ ഇവർ പാട്ട് പാടിയ മറ്റേ ഇതിൽ ബാൻഡ് സെറ്റിൽ വായിച്ചപ്പോഴും മറ്റേ ഈ ശ്യാമമേഘമേ എന്നുള്ള പാട്ടാണ് കേട്ടോ. അല്ല സോറി, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നുള്ള പാട്ട്. അപ്പോൾ ശരിക്കും ഈ പാട്ടുകളൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനൊരു 4-ൽ 5-ൽ പഠിക്കുന്ന സമയത്ത്, മൂത്തേച്ചൊക്കെ 10-ലൊക്കെ പഠിക്കുന്ന ആ സമയത്തത്തെ പാട്ടുകളാണ്. അപ്പോൾ ഇത് പാടിയപ്പോൾ ശരിക്കും ആ കാലഘട്ടമാണ് ഞാൻ ഓർത്തത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ ഇവർ വരികയാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ അപ്പച്ചനെയും അമ്മച്ചീനെയും ചേച്ചീനെയും പിന്നെ നെല്ലിക്കുന്നത്ത് അമ്മേനെയും, കാരണം അമ്മ എപ്പോഴും പെരുന്നാളാകുമ്പോൾ ഇങ്ങോട്ട് വരാറും പോകാറൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് കാരണന്മാരും വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഒരു സുഖമുള്ളൂ. പിന്നെ നമ്മൾ പറയില്ലേ, മിണ്ടുമ്പോൾ ആഘോഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇനി വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ആർക്കും സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വട്ടത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ഡിവൈനും ഡാഡിയും കൂടിയിട്ടാണ് അമ്പെടുത്ത് പുറത്ത് വെച്ചത്. പിന്നെ ഡാഡി പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് വരാം, കാരണം അടുത്ത വീട്ടിലേക്കുണ്ട്, വഴി കുറച്ച് അങ്ങോട്ട് നീങ്ങി പോകണം. അപ്പോൾ ഡാഡി പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഡിവൈൻ്റെ കയ്യിൽ നിന്ന് അമ്പ് വാങ്ങി. അപ്പോൾ അതും കൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അമ്പ് ജോയ്സിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അമ്പ് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ആ ബോക്സിലേക്കും പ്ലേറ്റിലേക്കും നമ്മളുടെ ഈ അമ്പ് തിരിച്ചത് വെച്ചിട്ട് ഇവിടുത്തെ ഒരാളെടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ട് വയ്ക്കുക. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക റൂട്ടീൻ. അപ്പോൾ അതും കൊണ്ട് ഡാഡിയാണ് പോയത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പുറത്ത് കൂടെ പോയിട്ട് നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തൊരു വഴിയുണ്ട്, ആ വഴിയുടെ അത് കൂടെ പോയിട്ട് ശരിക്കും ആ ലൈറ്റ് ഇട്ട വീട്, ആ മതിലിട്ട വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഈ സൈഡിലാണ് ഗേറ്റ് വെച്ചേക്കണത്. അപ്പോൾ അതിൽ കൂടെ പോകണം. എനിക്കവിടെ ഫ്രണ്ട് ഗേറ്റ് കൂടെ അല്ല ഇപ്പോൾ പ്രവേശനം തോന്നുന്നുണ്ട്, പണികളുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൈഡിൽ കൂടെ പോയത്. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലത്തെ അരങ്ങുകൾ കണ്ടു. അപ്പോൾ ഇന്ന് പടക്കം പൊട്ടിച്ചപ്പോൾ മൂളി കത്തിയപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടി വീണു കേട്ടോ, അരങ്ങ്. പക്ഷേ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പൊട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ മറ്റേ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം അരി എടുത്ത് നമ്മൾ വെക്കുന്ന കലത്തിലേക്ക് തന്നെയാണ് എടുക്കുന്ന ഇതിലേക്ക് തന്നെ തിരിച്ചിട്ടത്. അപ്പോൾ ഞാൻ കറി പകുതിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സിമ്മിലിട്ടിട്ട് പോയേക്കായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നതോട് കൂടിയിട്ട് കറിയൊക്കെ താളിച്ച്, ഇത് വേറെ ഒന്നുമില്ല കേട്ടോ, മറ്റേ ഇവിടെ ചിക്കൻ ഞാൻ പതുക്കെ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിക്കും. അപ്പോൾ അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇട്ട് നന്നായി വേവിച്ചതിന് ശേഷം അത് സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് ഇത് നേരെ അതിലൊഴിക്കും. എന്നിട്ട് കുറച്ച് നാളികേരപ്പാൽ കുറുക്കി ഒഴിക്കും. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു തുണ്ട് കോൺഫ്ലവർ കൂടി ചേർക്കും നാളികേരപ്പാലിൽ. അത് കഴിക്കും. എന്നിട്ട് കൂട്ടാൻ കാച്ചണ ചെയ്യാട്ടോ, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറി, ചിക്കൻ കറി. വല്ല എന്താ പറയുക, ചോറിൻ്റെ കൂടെയാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ അക്കി കണ്ടു. അപ്പോൾ പാച്ചുമൊക്കെ നോക്കുമായിരുന്നു ഇങ്ങനെ അക്കി നടക്കുമോ എന്നുള്ളത്. കാരണം ഫുൾ ടൈം അവരൊക്കെ കണ്ടിട്ടുള്ളത് വീൽ ചെയർമയാണ്. ഇങ്ങനെയാണ് ചേച്ചി സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ വന്നിരുന്നത്. അന്ന് അരയിക്കൂടിയും കൂടി ബെൽറ്റ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ചേച്ചിക്ക് കൊറോണ വന്നു. അത് കഴിഞ്ഞ് ഈ ഹാർട്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഷൂ വേണ്ടാന്ന് പറഞ്ഞിട്ട് മറ്റേ ഇത് വീൽ ചെയറിലായത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് മൂപ്പർക്കൊരു ആഗ്രഹം വന്നിട്ട് ഇട്ടതാട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് അതിട്ട്. അപ്പോൾ പിള്ളേർ എന്താ പറയുക, ചാക്കും ഉമ്മൊക്കെ കൊടുത്തു. പാച്ചു പറയാ പോണ്ട, ഇന്ന് പോണ്ടാന്ന്. അപ്പം ഞാനും പറഞ്ഞു പോണ്ടാന്ന്. പക്ഷേ ചേച്ചിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിയുടേതായ ബാത്റൂമിലും അവിടെയൊക്കെ പോയി വീൽ ചെയർ കൊണ്ടുപോയി കുളിക്കുകയും ഒക്കെ ആളുടെ ബാത്റൂമിൽ ഇരുന്നാൽ ആൾക്ക് അതൊരു, കാരണം അവിടെയാണ് വീൽ ചെയറും പിന്നെ എന്താ പറയുക സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ അവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് നാളെയും വന്നോളൂ. ഇത് കുറേശ്ശെ ഷൂ ഇട്ടൊന്ന് നടന്ന് തുടങ്ങിയ പണ്ടത്തെ പോലെ പായാന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ചേച്ചി തന്നെയാണ് ഓട്ടോയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനും എന്താ പറയുക വല്ല നന്നാക്കാൻ ഒക്കെ ചേച്ചി തന്നെയാണ് ചെയ്തിരുന്നത്. ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് കേട്ടോ. അങ്ങനെ ചേച്ചീനെയും ചേട്ടനെ യാത്രയ്ക്ക് നാളെ നേരത്തെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ അച്ചപ്പത്തിൻ്റെയാണ് കേട്ടോ. സൂപ്പർ അച്ചപ്പം, നല്ലത്, നമ്മളെപ്പോഴും നല്ലതെന്ന് പറയണം. ഭയങ്കര ടേസ്റ്റായിരുന്നു. എവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷേ
ഈ വാങ്ങിയ സ്ഥലത്തിൻ്റെ അല്ലല്ലോ വേണ്ടത്, ഉണ്ടാക്കിയവരുടെ കാര്യമല്ലേ നമുക്ക് വേണ്ടത്. ഇതാണ് അവരുടെ നമ്പർ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റേ തകർച്ചയും ഭയങ്കര മധുരവും എല്ലാം ഇണങ്ങിയ നല്ല അച്ചപ്പം. എനിക്ക് തോന്നുന്നു കുറേ നാളായി ഇങ്ങനെ ഒരു അച്ചപ്പം കഴിച്ചിട്ട് കേട്ടോ. അപ്പം ഞാനത് അതും ഉണ്ടായിരുന്ന സ്റ്റിക്കറും നമ്പറുമാണത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബൾക്കായിട്ട് ഇപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോയില്ലേ, പെരുന്നാൾക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് ഇവരൊന്നും അറിയില്ല കേട്ടോ. ഞാനത് തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യണതാണ്. എനിക്കിവരെ അറിയില്ല, കൊളാബോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു അച്ചപ്പം കഴിച്ചു. അതുപോലെ കുഴലപ്പം അതെ, മറ്റേ ബേബി സണ്ണിലത്തെ കൊള്ളാം. ഇടയിൽ ചില സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നത് അരി കടിക്കുകയാണ്, അതായത് ശരിക്കും അരയ്ക്കാണ്ടും കുഴയൊന്നും ശരിയാവാണ്ട് ശരിക്കും അരി കടിക്കും. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം പണ്ട് നമ്മുടെ കാരണന്മാർ പ്രത്യേകിച്ച് നെല്ലിക്കുന്നത്ത് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കുഴലപ്പം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര കുഴലപ്പം. ടേസ്റ്റും ഒരു ചുവന്നുള്ളിയുടെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കറക്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനത്തെ കുഴലപ്പം കുറേ കാലങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അച്ചപ്പം ഇത് ഓക്കെയാണ്, നല്ലതാട്ടോ. പിന്നെ ഉണ്ണിയപ്പം ആപ്പിളിലത്തെയാണ്. അത് ഞാൻ കുറേ നാളുകളായിട്ട് ആപ്പിളിലത്തെ ഉണ്ണിയപ്പമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഓരോ വശം അപ്പോൾ ഡിവൈൻ മക്കളെയും കൊണ്ട് മുകളിലേക്ക് കയറി. കാരണം തോമുന് ഒട്ടും പറ്റാണ്ടായി. അപ്പോൾ ഡിവൈന് രണ്ടാളെയും കൂടി എടുത്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അപ്പോൾ ഡോൺ പുതുക്കാട്ടയ്ക്ക് പെരുന്നാൾക്ക് പോയിട്ടുണ്ട് റിജോൻ്റെ തറവാട്ടിലേക്ക്, അതായത് അപ്പച്ചനും അമ്മച്ചിയും വർഷങ്ങളായിട്ട് മുടങ്ങാണ്ട് പോകുന്നൊരു സംഭവമാണ്. അവിടുത്തെ ഞങ്ങൾ പറയും, നിങ്ങൾ അവിടുത്തെ മൂന്നാമത്തെ മോനാ ഡോൺ എന്ന് പറയും. രണ്ടാൺകുട്ടികളാണ്, സിജോവും റിജോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവനും. അപ്പോൾ ഇവൻ ഞങ്ങളും അമ്മച്ചി അപ്പച്ചാന്ന് തന്നെ വിളിക്കുക. അവർ വിളിക്കുന്ന അതേപോലെ തന്നെ ഡോൺ വിളിക്കുക, ഡോൺ വിളിക്കുന്ന അതേപോലെ തന്നെ നമ്മളും വിളിക്കുക കേട്ടോ. അങ്ങനെ അവനെ കാത്തിട്ടാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണിയായെങ്കിലും ഡോൺ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് ഓവറും അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ വരും കറക്റ്റ് ആ സമയം. ഇവിടെ ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അൽഫോൺസമ്മയുടെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ തിരക്കിലാണ് ഡിമ്പിൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടേതായ കാര്യങ്ങൾ. പാച്ചു ഉറങ്ങിയും തോന്നുന്നുണ്ട്, തോമു ചാക്കോ ഉറങ്ങിയും തോന്നുന്നുണ്ട്. വലിയ കരച്ചിലും ബഹളങ്ങളൊന്നും കേൾക്കാതെ. തോമുന് നല്ല വേദനയുണ്ട് കേട്ടോ, കാലുമ്പോൾ നല്ല നീരും ഉണ്ട്. പക്ഷേ നമ്മൾ നല്ലതിനല്ലേ, അത് പോളിയോ അല്ലേ കൊടുത്തേക്കണേ. അങ്ങനെ ഈ ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാച്ചു അമ്മയുടെ അടുത്ത് അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അവനും ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയതുകൊണ്ട് ഉറക്കക്ഷീണമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ഉറങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്ന പ്രയർ. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു കാലങ്ങൾ പോണ പോക്ക്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവന്ന ആൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾ ഈ പ്രാർത്ഥന ചൊല്ലുക, അത് നമ്മൾ ഏറ്റു ചൊല്ലുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പേ അടിച്ച് നമ്മളുടെ കയ്യിൽ പ്രയർ തന്നു. ഇത് വരുമ്പോഴേക്കും നിങ്ങൾ പ്രയർ എത്തിച്ച് കഴിഞ്ഞിരിക്കണം, സമയം നഷ്ടപ്പെടുത്താണ്ടിരിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വ്യത്യാസം. കാലങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ. നല്ലതാണത്. ഒരു എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഭംഗിയിൽ കാര്യങ്ങൾ ചാർട്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും. ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ മെഴുകുതിരി സ്റ്റാൻഡ് കഥ ഇതിൽ വെച്ചു. അപ്പോൾ ഈ പൂവ് നാളെ നമ്മുടെ കെസ് ബേബിയുടെ അടുത്ത് കൊണ്ട് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വെക്കേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് അപ്പം നമുക്ക് കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങളുടെ അവസാനിക്കുകയാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഫ്രസീം ഫാമിലിയൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമുക്ക് നാളെ കാണാം.